റിപ്പോർട്ട് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ ഹവാല ഇടപാട്. പൂക്കയറ്റുമതിയുടെ മറവിലാണ് ഹവാല പണം എത്തിക്കുന്നത്. പൂക്കച്ചവടക്കാരനായ മലപ്പുറം സ്വദേശി മുഹമ്മദ് അലിയാണ് കേസിലെ മുഖ്യ സൂത്രധാരൻ. ഇന്തോനേഷ്യയിൽ നിന്നാണ് ഇയാൾ ഹവാല പണം എത്തിച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇയാൾക്ക് IT നോട്ടീസ് നൽകിയിട്ടുണ്ട്. കേസിലെ മറ്റൊരു സൂത്രധാരനായ സൗദിയിലെ മലയാളി റാഷിദിനായും അന്വേഷണം തുടരുന്നു. 500-ലധികം മ്യൂൾ അക്കൗണ്ടുകൾ ആദായനികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, എങ്ങനെയാണ് ഈ ഹവാല ഇടപാടിന്റെ ഒരു രീതി? അരുൺകുമാർ, കഴിഞ്ഞ 3 ദിവസമായിട്ട് വലിയ രീതിയിലുള്ള പരിശോധന ആദായനികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് പരിശോധന നടന്നിരുന്നത്. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ക്രിപ്റ്റോ കറൻസിയുടെ മറവിൽ ഇത്തരത്തിൽ വലിയ തോതിൽ തന്നെ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 330 കോടി കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കണ്ടെത്തലിലേക്ക് IT എത്തിച്ചേർന്നിരുന്നത്. അതിൽ തന്നെ ഇതിന്റെ മുഖ്യ സൂത്രധാരന്മാരായിട്ട് പ്രവർത്തിച്ചിരുന്ന 2 പേരെന്ന് പറയുന്നത്, ഒരാൾ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അലിയാണ്. അതിന് പുറമെ തന്നെ മറ്റൊരാളെന്ന് പറയുന്നത് സൗദിയിലെ മലയാളിയായ റാഷിദാണ്. ഇതിൽ മുഹമ്മദ് അലിയെക്കുറിച്ച് ഇപ്പോൾ IT പറയുന്നത് ഇയാളൊരു പൂ കച്ചവടക്കാരനാണെന്നുള്ളതാണ്. പൂ കയറ്റുമതി നിരന്തരമായി ഇന്തോനേഷ്യയിലേക്ക് നടത്തിയിരുന്ന ആളാണ്. അങ്ങനെ ആ പൂ കയറ്റുമതിയുടെ മറവിലാണ് ഇത്തരത്തിൽ ഹവാല പണമൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചിരുന്നത്. ഇതിൽ മറ്റൊരു സൂത്രധാരനായിട്ടുള്ള റാഷിദിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും IT ഊർജിതമാക്കിയിട്ടുണ്ട്. മുഹമ്മദ് അലിക്ക് ഇതിനകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് IT നോട്ടീസ് നൽകിയിട്ടുണ്ട്. വൈകാതെ തന്നെ ഇയാളെ ചോദ്യം ചെയ്യും. അപ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരിക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകം തന്നെ 50ഓളം വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മ്യൂൾ അക്കൗണ്ടുകൾ ഈ തട്ടിപ്പ് സംഘം ഇത്തരത്തിൽ ഹവാല ഇടപാടുകളൊക്കെ ഇത്തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് IT എത്തിയതിന് പുറമെ തന്നെ 500-ലധികം മ്യൂൾ അക്കൗണ്ടുകൾ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ടെന്നുള്ളതാണ് IT വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം തന്നെ 300ഓളം ക്രിപ്റ്റോ വാലറ്റുകൾ നിരീക്ഷണത്തിലുണ്ടെന്നുള്ളതും IT വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് കൂടുതൽ ആളുകളുടെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകും എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇപ്പോൾ ആദായനികുതി വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. താങ്ക് യു, ശരണാണ് വിവരങ്ങൾ നൽകിയത്. പൂക്കച്ചവടക്കാരൻ മുഹമ്മദ് അലിയാണത്രേ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ. മ്യൂൾ അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ടുകളിലുള്ള പണം യഥാർത്ഥത്തിൽ അയാൾക്കുള്ള ഇതിനുവേണ്ടി ഉണ്ടാക്കുന്ന അക്കൗണ്ടുകളായിരിക്കും. ആ അക്കൗണ്ടുകൾ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ ഇങ്ങനെ 1000, 10,000, ലക്ഷക്കണക്കിന് രൂപ വരും. അതൊന്നും ആദായനികുതി വകുപ്പിന്റെ റഡാറിൽ പെടില്ല എന്നാണ് ഇവർ കരുതിയിരുന്നത്. അതെല്ലാം റഡാറിലുണ്ട്, എല്ലാം കാണുന്നുണ്ട് കേട്ടോ.